ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി കെ.പി.സി.സി. അച്ചടക്ക സമിതി ചെയർമാനും എം.എൽ.എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം തിരുനക്കരയിൽ നടന്ന ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രം അറസ്റ്റ് ചെയ്യാതെ ലഹരി മരുന്നിന്റെയും കഞ്ചാവിന്റെയും ഉറവിടം കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ലഹരി ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിൽ ലഹരി മരുന്ന് വ്യാപനം ഭീകരമായ അക്രമങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും വഴിതെറ്റി മാറുകയാണ്. കേരളത്തിൽ എല്ലാ കാലത്തും വയലൻസ് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോൾ വയലൻസ് വർദ്ധിച്ചിരിക്കുന്നു. വയലൻസിന്റെ സ്വഭാവം വർദ്ധിച്ചിരിക്കുന്നു. ക്രൂരമായ കൊലപാതകങ്ങളാണ്, അവിശ്വസനീയമായ തരത്തിലുള്ള കൊലപാതകങ്ങളാണ്. നിസാരമായ കാരണങ്ങളുടെ പുറത്ത് ചിലപ്പോൾ കാരണങ്ങൾ ഇല്ലാതെയും നടക്കുന്ന കൊലപാതകങ്ങൾ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, കുഞ്ഞുങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, ഇത് കേരളത്തിൽ വ്യാപകമാവുകയാണ്. ഇതിന്റെ എല്ലാം മൂല കാരണം ഈ ലഹരി മരുന്നിന്റെ വ്യാപനമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. അധ്യക്ഷനായി. ലഹരിയുടെ ഈ അതിക്രമത്തിൽ കണ്ണീര് വീഴ്ത്താത്ത ഒറ്റ അമ്മ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ വിശദീകരിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തെ കണ്ണീർ കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ രൂപത്തിൽ നിന്ന് ഈ അവസാനത്തെ നിമിഷത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വയം സംഘടിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഉപവാസം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എം.പിമാരായ ഫ്രാൻസിസ് ജോർജ്, ആന്റോ ആന്റണി, ഡി.സി.സി. പ്രസിഡന്റ് നാട്ടകം സുരേഷ്, വിവിധ മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെ നിരവധി പേർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഉപവാസ സമരം വൈകിട്ട് 6 മണിക്ക് അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.